വില്ലേജിലെത്തുന്ന ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ. എന്നും വ്യത്യസ്തത പുലർത്തുന്ന പവലിയൻ കൂടിയാണ് ആഫ്രിക്കയുടേത്. ചെറുതും വലുതുമായ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്റ്റോളുകളാണ് ഈ പവലിയനിലുള്ളത്. വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന തനത് ഉൽപ്പന്നങ്ങളും ശില്പങ്ങളും കരകൗശല വസ്തുക്കളും എല്ലാം തന്നെ ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വച്ചിട്ടുണ്ട്. വന്യസൗന്ദര്യം എന്നതിന് മറുവാക്കാണ് ആഫ്രിക്ക. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആഫ്രിക്കയുടെ ഗ്ലോബൽ വില്ലേജിലെ ഈ പവലിയൻ. പണ്ടേ ആഫ്രിക്കൻ രാജ്യങ്ങൾ കരകൗശല വസ്തുക്കൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം പ്രശസ്തമാണ്. വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അനവധി സ്റ്റോളുകളും ഇവിടെയുണ്ട്. കരകൗശല വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമാണ് ഓരോ വസ്തുക്കളും. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ, മൃഗവേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, തടികൊണ്ട് നിർമ്മിച്ച മാസ്കുകൾ, അങ്ങനെയെല്ലാം ഈ ചെറുകടകളിൽ നിറഞ്ഞിരിക്കുന്നു. വെൽക്കം ടു ആഫ്രിക്ക. ഒറിജിനൽ ലെതർ ചെരുപ്പുകൾ, ബാഗുകൾ, പേഴ്സുകൾ തുടങ്ങിയവയുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഇവിടെ കാണാം. മുറികൾ അലങ്കരിക്കുന്ന ശില്പങ്ങൾ മുതൽ ചണം കൊണ്ടും തുകലുകൊണ്ടും തടിയിലും തുണിയിലും നിർമ്മിച്ച ഹാൻഡ് ബാഗുകൾ എന്നിവയും ഇവിടെ ധാരാളമുണ്ട്. കെനിയ, എത്യോപ്യ തുടങ്ങി ഓരോ ആഫ്രിക്കൻ രാജ്യത്തെയും ഭക്ഷ്യവിഭവങ്ങളും കരകൗശല വസ്തുക്കളും വനത്തിൽ നിന്ന് ശേഖരിച്ച വിഭവങ്ങളും തടിയിൽ തീർത്ത വിവിധ ഫർണിച്ചറുകളുമെല്ലാം ഇവിടെ യഥേഷ്ടമുണ്ട്. തനി ആഫ്രിക്കൻ ഗോത്ര വിഭാഗത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ് ഇവയെല്ലാം. ആഫ്രിക്കയിൽ നിന്നുള്ള ഒറിജിനൽ ഷിയ ബട്ടർ ലോക പ്രശസ്തമാണ്. ഒട്ടും മായം ചേർക്കാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് ഇവിടെയുള്ളത് എന്ന് ഇവർ പറയുന്നു. ഫേസ് വാഷ് മുതൽ ചർമ്മത്തിന് നിറം നൽകുന്ന വിവിധ ലേപന വസ്തുക്കളും ആഫ്രിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പെർഫ്യൂമുകളും സുഗന്ധ എണ്ണകളുമെല്ലാം വാങ്ങാൻ ആഫ്രിക്കൻ പവലിയൻ ചോദിച്ചെത്തുന്നവരും കുറവല്ല. ഉപഭോക്താവിന്റെ വിശ്വാസം നേടാൻ കൈകളിൽ ഇവ തേച്ചു കൊടുക്കുകയും പ്രകടമാവുന്ന മാറ്റങ്ങൾ കാണിച്ച വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന രീതിയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഷിയ ബട്ടറും തേനും കാപ്പിപ്പൊടിയും മറ്റും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. കൂടെ എങ്ങനെ ഇവ ഉപയോഗിക്കണം എന്ന വ്യക്തമായ നിർദ്ദേശവും നൽകും. ഇവരെല്ലാം ഇവിടെ വർഷങ്ങളായി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തുന്നവരാണ്. സെനഗലിൽ നിന്നും സുഡാനിൽ നിന്നുമാണ് ഇത്തരം ചർമ്മ സംരക്ഷണ വസ്തുക്കൾ ഏറെ എത്തുന്നത്. പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് മാത്രമാണ് തങ്ങൾ സൗന്ദര്യവർദ്ധക ലേപനങ്ങളും സോപ്പുകളും രാസവസ്തുക്കളൊന്നും ചേർക്കാതെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഇവർ പറയുന്നു. Welcome to Africa. ഘാന, ഇത്യോപ്യ, സെനഗൽ, സുഡാൻ, ടാൻസാനിയ, മഡഗാസ്കർ തുടങ്ങിയ 13 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പരമ്പരാഗത വിഭവങ്ങളുമായി ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുന്നത്. Experiencing Global Village, wonderful. So many cultures, so many stuff to buy. Wonderful smells, food, everything is great over here. They have lots of shea butter, so very good. Different type of design as well. സന്ധ്യകളെ കൂടുതൽ മനോഹരമാക്കി കലാപരിപാടികളും ഇവിടെ നടക്കാറുണ്ട്. ചടുല താളങ്ങളോടെയും മെയ്വഴക്കത്തോടെയുമുള്ള ആഫ്രിക്കയുടെ തനി നൃത്തച്ചുവടുകളുമായി ഇവർ കാഴ്ചക്കാരെ കയ്യിലെടുക്കും. വലിയ പവലിയനകത്തേക്ക് പ്രവേശിച്ചാൽ വിവിധ സ്റ്റോളുകളിൽ നിന്ന് കുന്തിരിക്കത്തിന്റെയും ഊതിന്റെയും സുഗന്ധവും കൂടെയെത്തും. വിവിധ തരം കുന്തിരിക്കവും ഊതുമെല്ലാം ഇവിടെ ലഭ്യമാണ്.
ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് വ്യാപാരം നടക്കുന്നത്. സുഡാനിൽ നിന്നുള്ള മായം ചേർക്കാത്തതാണ് ഇവയെല്ലാമെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. മൃഗങ്ങളുടെ കൊമ്പുകൾ, മരങ്ങൾ തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിവിധ വസ്തുക്കളും വീട്ടുപകരണങ്ങളും കളിപ്പാട്ടങ്ങളും ആഫ്രിക്കൻ പവലിയനിൽ മാത്രമുള്ളൊരു കാഴ്ചയാണ്. തടിയിൽ നിർമ്മിച്ച വൈൻ ഗ്ലാസ്, വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ, സ്പൂണുകൾ, വലിയ തവികൾ ഉൾപ്പെടെ മൃഗങ്ങളുടെ വലിയ രൂപങ്ങൾ വരെ ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ഏതോ ആഫ്രിക്കൻ രാജ്യത്തെത്തിയ പ്രതീതിയാണ് ഗ്ലോബൽ വില്ലേജിലെ ഈ ആഫ്രിക്കൻ പവലിയനിലെത്തിയാൽ. ഒരു വട്ടമെങ്കിലും ഗ്ലോബൽ വില്ലേജിലെ ആഫ്രിക്കൻ പവലിയനിലെത്തിയാൽ ഏതൊരു സന്ദർശകനും വീണ്ടും ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് സൗന്ദര്യമാണ് ആഫ്രിക്കൻ പവലിയന്. ഗ്ലോബൽ വില്ലേജിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട പവലിയൻ കൂടിയാണ് ആഫ്രിക്കയുടേത്.